Hi all, welcome back to Casky Villas. Selena Jesus here. For the first time viewers, kindly subscribe to our channel and press the bell icon to get the notifications. Literally and figuratively. ഈ രണ്ട് വാക്കുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ രണ്ട് വാക്കുകൾ കറക്റ്റായിട്ടാണോ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുള്ള ഉപയോഗിക്കാറുള്ള വാക്കുകളാണിവ. അപ്പോൾ ഏത് സെൻസിലാണ് നമ്മൾ ഈ രണ്ട് വേർഡ്സ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ലിറ്ററലി എന്ന് പറയുമ്പോൾ ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് ആക്ച്വൽ സെൻസിലല്ല, കുറച്ചുകൂടെ കൂട്ടി പറയുമ്പോൾ, ആലങ്കാരികമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ എക്സാജറേറ്റ് ചെയ്ത് പറയുമ്പോൾ എന്നുള്ള മീനിങ് ആണ് ലിറ്ററലി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതേസമയം ഫിഗറേറ്റീവ്ലി എന്ന് പറയുമ്പോൾ കണക്കനുസരിച്ച് അല്ലെങ്കിൽ ആധികാരികമായിട്ട് റിയലി അല്ലെങ്കിൽ ആക്ച്വലി എന്നൊക്കെയുള്ള സെൻസിലാണ് നമ്മൾ ഫിഗറേറ്റീവ്ലി എന്ന വേർഡിനെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് രണ്ട് സെൻറ്റൻസുകളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഐ എം ലിറ്ററലി മെൽറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട്. ലിറ്ററലി എന്ന് പറയുമ്പോൾ ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ കൂട്ടിപ്പറഞ്ഞാൽ, ശരിക്കും കൂട്ടിപ്പറഞ്ഞാൽ ഞാനിപ്പോൾ ഉരുകുകയാണ്, മെൽറ്റ് ചെയ്യുകയാണ്, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. കുറച്ച് കൂട്ടി എക്സാജറേറ്റ് ചെയ്ത് പറയുകയാണ് അല്ലെങ്കിൽ enlarging സംതിങ് എന്നുള്ള സെൻസിലാണ് ലിറ്ററലി, ആലങ്കാരികമായിട്ട്. സെക്കൻഡ് സെൻറ്റൻസ്, ഫിഗറേറ്റീവ്ലി സ്പീക്കിംഗ് ഇറ്റ്സ് 100 degrees ഔട്ട് ഹിയർ. കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ, ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഏകദേശം 100 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ട്. 100 degrees ഔട്ട്, ഇവിടുത്തെ ചൂട് അത്രയും കൂടുതലാണ് എന്ന് പറയാനായിട്ട് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ അതിനാണ് ഫിഗറേറ്റീവ്ലി എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ഈ രണ്ട് പ്രയോഗങ്ങളും തെറ്റാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഇത് രണ്ടും നേരെ തിരിച്ചാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇതിൻ്റെ ആക്ച്വൽ മീനിങ് നേരെ ഓപ്പോസിറ്റാണ്. അതായത് ലിറ്ററലി എന്ന വേർഡിൻ്റെ മീനിങ് റിയലി ഓർ ആക്ച്വലി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ, റെക്കോർഡിക്കലായിട്ട് അല്ലെങ്കിൽ ആധികാരികമായിട്ട് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ലിറ്ററലി എന്നുള്ളത്. അതേസമയം ഫിഗറേറ്റീവ്ലി എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കുക എക്സാജറേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ enlarging ദ മീനിങ് ഓഫ് സംതിങ്, enlarging സംതിങ്, എന്തിനെങ്കിലും കൂട്ടി പറയാനായിട്ട്, എക്സാജറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഫിഗറേറ്റീവ്ലി എന്ന വേർഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമ്മൾ മനസ്സിലാക്കി വെച്ച മീനിങ് അല്ല, നേരെ തിരിച്ചാണ് ഈ രണ്ട് വേർഡ്സിൻ്റെയും യൂസേജ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളും ആ അർത്ഥത്തിൽ പറഞ്ഞാൽ ആക്ച്വലി തെറ്റാണ്, അല്ലേ? തെറ്റായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കറക്റ്റ് ചെയ്യുക? ഐ എം ലിറ്ററലി മെൽറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട്. എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ മെൽറ്റ് ചെയ്യുകയാണ്, കാരണം ഇവിടെ ഭയങ്കര ചൂടാണ് എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയല്ല പറയേണ്ടത്. ഇവിടെ ഫിഗറേറ്റീവ്ലി സ്പീക്കിംഗ് ഐ എം മെൽറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട്. കുറച്ച് കൂട്ടി പറഞ്ഞാൽ ഞാൻ മെൽറ്റ് ചെയ്യുകയാണ് കാരണം അത്ര ചൂടാണ് ഇവിടെ എന്ന് പറയാതെ എക്സാജറേറ്റ് ചെയ്താണ് പറയുക. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ലിറ്ററലി എന്ന വേർഡല്ല. Instead of that, we have to use the word figuratively. So, figuratively speaking, I'm melting because it's so hot. അതാണ് correct use of that word. ഇനി figuratively speaking, it's 100 degrees out here. Figuratively speaking, exaggerating എന്നുള്ള മീനിങ് ആയിപ്പോയി. സോ റിയലി അല്ലെങ്കിൽ ആക്ച്വൽ സെൻസിൽ എന്ന് പറയണമെങ്കിൽ I should have to use the word literally here. So, literally, it's 100 degrees out here. സോ എങ്ങനെ ഈ സെൻറ്റൻസിനെ എനിക്ക് മാറ്റി എഴുതാം കറക്റ്റായിട്ട്? ലിറ്ററലി ഇറ്റ്സ് 100 degrees ഔട്ട് ഹിയർ. ഇവിടെ വരുമ്പോൾ ഫിഗറേറ്റീവ്ലി സ്പീക്കിംഗ് ഐ എം മെൽറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് സോ ഹോട്ട്. ലിറ്ററലി ഇറ്റ്സ് 100 degrees ഔട്ട് ഹിയർ. ലിറ്ററലി എന്ന് പറയുമ്പോൾ റിയലി അല്ലെങ്കിൽ ആക്ച്വലി, ഫിഗറേറ്റീവ്ലി എന്ന് പറയുമ്പോൾ എക്സാജറേറ്റിംഗ് സംതിങ്. അപ്പോൾ ഇനി ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഈ രണ്ട് വേർഡ്സും നമ്മൾ മനസ്സിലാക്കി വെച്ച മീനിങ് അല്ല, നേരെ ഓപ്പോസിറ്റാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായ സെൻസിൽ തന്നെ ഇനി ഉപയോഗിക്കുക. നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവട്ടെ, നമുക്ക് കറക്റ്റായിട്ട് വേർഡ്സിനെ ഉപയോഗിക്കാനായിട്ട് പറ്റട്ടെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കൈൻഡ്ലി സ്റ്റേ ട്യൂൺഡ്.